തീർച്ചയായിട്ടും അജിത് കുമാറിനെയും പി ശശിയെയും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പിണറായി പോകുന്നതിന്റെ ഉദാഹരണം. ഞങ്ങൾ 2 സീറ്റിലല്ലേ പരാജയപ്പെട്ടില്ല, അവർ 18 സീറ്റിലാണ്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേരളത്തിൽ കത്തിപ്പടരുകയാണ്. ഈ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ഉറച്ചു തന്നെയാണ് കെ മുരളീധരൻ NGO അസോസിയേഷന്റെ 49ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി അടൂർ വന്നപ്പോൾ വാർത്താ 24നോട് പറഞ്ഞത്. ഞാനും സുനിൽകുമാറും അടക്കമുള്ള ആളുകൾ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ ഈ ജുഡീഷ്യൽ അന്വേഷണത്തെ ഭയപ്പെടുന്നതെന്നാണ് കെ മുരളീധരൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്താ 24നോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ്. ഇതിലെ ഞാൻ പറഞ്ഞല്ലോ, ഈ അജിത് കുമാറിന്റെ ഒരു റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്ന ജുഡീഷ്യൽ അന്വേഷണം, അതിൽ കുറഞ്ഞ ഒരു അന്വേഷണവും ഞങ്ങൾ അംഗീകരിക്കില്ല. ഇവിടെ തിരുവമ്പാടി ദേവസ്വം പുരം നിർത്തിവയ്ക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, കാലത്ത് മുതൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിക്കാനാണ് കമ്മീഷൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ചിലതിനൊക്കെ ഞാനും സാക്ഷി. മഠത്തിൽ വരെ സമയത്ത് തൊട്ട് തന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അവസാനം തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആനയുടെ മുമ്പിലുണ്ടായിരുന്ന കുത്തുവിളക്കാരെ പോലെ തല്ലി. അങ്ങനെ വന്നപ്പോഴാണ് സഹിയിട്ട് അവര് രംഗത്ത് പെരുമാറാൻ തീരുമാനമെടുത്തത്. രാജ്യത്തെ ഏജൻസി അതിന്റെ കേരളത്തിലെ ഏജൻസിയൊപ്പമാണ് സുരേഷ് ഗോപി തിരുവമ്പാടി ദേവസ്വത്തിലെ സേവാഭാരതി ആംബുലൻസ്. അപ്പൊ ഇത് ആസൂത്രിതമായ ഞാൻ പറയുന്നത്, എന്തുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണം നടത്തുമ്പോൾ എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ. ജുഡീഷ്യൽ അന്വേഷണം നടക്കുമ്പോൾ എല്ലാം പുറത്തു വരും. ഊഹാഭവങ്ങളിൽ നമ്മൾ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് ജുഡീഷ്യൽ എൻക്വയറി നടക്കാത്തത്. സുരേഷ് ഗോപി ജുഡീഷ്യൽ അന്വേഷണത്തിന് സ്വാഗതം ചെയ്യുന്നുണ്ട്, ജയിച്ചാളാണ്, ഇതിന്റെ ബെനിഫിഷ്യറിയാണ്, അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു. പരാജയപ്പെട്ട ഞാനും സുനിൽകുമാറും ആവശ്യപ്പെടുന്നു. പിന്നെ എന്തിനാ മുഖ്യമന്ത്രി മടിക്കുന്നത്? എന്തിനാ? ജുഡീഷ്യൽ അന്വേഷണം നടക്കട്ടെ. തീർച്ചയായിട്ടും അജിത് കുമാറിനെയും പി ശശിയെയും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പിണറായി പോകുന്നതിന്റെ ഉദാഹരണം. അത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് തീരുമാനിക്കും. ഞാൻ ആരെ കുറിച്ച് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അന്വേഷണ റിപ്പോർട്ട് എന്താണെന്ന് എനിക്ക് അന്വേഷിക്കേണ്ട കാര്യം. സംസ്ഥാന സെക്രട്ടറി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കാഞ്ഞങ്ങാട് നടന്ന ഒരു പരിപാടിയിൽ പറഞ്ഞിരുന്നു, ഈ അന്വേഷണ കമ്മീഷൻ പുറത്തു വന്നു കഴിഞ്ഞാൽ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തലയിൽ മുന്നിട്ട് നടക്കേണ്ടി വരും. ഞങ്ങൾ 2 സീറ്റിലല്ലേ പരാജയപ്പെട്ടില്ല, അവർ 18 സീറ്റിലാണ്.